പോയ കാര്യം എന്തായി? നാഗവനത്തിൽ പോയിരുന്നു നീ. ആദിശേഷനെ സംഹരിച്ചില്ലേ? അവിടെ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. എന്താണൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയും. ചന്ദ്രഹാസൻ എവിടെ അജിത്തെ? അവൻ നിന്റെ കൂടെ വന്നില്ലേ? അജിത്തെ, നിന്നോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ചന്ദ്രഹാസൻ എവിടെ? അച്ഛാ, ആ ഇച്ഛാധാരി നാഗറാണി ചന്ദ്രഹാസനെ കൊന്നുകളഞ്ഞു. ചന്ദ്രഹാസനെ കൊന്നുകളഞ്ഞു? ആ ഇച്ഛാധാരി നാഗറാണി ചന്ദ്രഹാസനെ കൊന്നുകളഞ്ഞു. നീ എന്ത് ചെയ്യായിരുന്നു? നീ അവനെ രക്ഷിക്കാനായി ഒന്നും തന്നെ ചെയ്തില്ലേ? പരാജിത്തെ. ശിവാനിയോട് പോരാടാൻ സാധിച്ചില്ല അച്ഛാ. ഞാൻ രക്ഷപ്പെട്ടു വന്നതാ. നീ രക്ഷപ്പെട്ടു വന്നു? പേടിച്ചോട് വന്നെന്നാണോ പറയുന്നേ? ഇത് ഗരുഡകുലത്തിന് അപമാനമാണ്. കൂടെയുള്ളവന്റെ പ്രാണൻ അപകടത്തിലായി കഴിഞ്ഞാൽ സ്വന്തം പ്രാണൻ കൊടുത്തും അവനെ രക്ഷിക്കുക എന്നുള്ളത് ഗരുഡലോകത്തിന്റെ കർത്തവ്യമാണ്. അതുപോലും അറിയില്ലേ നിനക്ക്? അതൊക്കെ മറന്ന് പേടിച്ചോടി വന്നിരിക്കുന്നു. അച്ഛാ, ശിവാനിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. അവൾ ഒരുപാട് ശക്തിയുള്ളവളാണ്. അതിനിടയിൽ ചന്ദ്രഹാസനാണെങ്കിൽ ആദിശേഷനെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞു. അതവളെ കൂടുതൽ കോപിഷ്ഠയാക്കി. തോറ്റു വന്നവൻ തോൽവി സമ്മതിക്കുകയാണോ വേണ്ടത്? അല്ലാതെ എതിരാളിയുടെ ബലത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, അത് ഒരക്ഷരം വേണ്ടരുത്. തോറ്റ് തുന്നം പാടി വന്ന് നാണമില്ലാതെ ന്യായം പറയുന്ന നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. നീ എന്റെ മകനെ അല്ല. ഇനി മുതൽ ഈ കുടുംബത്തിനും നിനക്കും യാതൊരു ബന്ധവുമില്ല. നീ ഒന്നും പറയണ്ട. എനിക്കിപ്പോൾ എല്ലാം സ്പഷ്ടമാകുന്നുണ്ട്. നീ നമ്മുടെ ശ്രമം നടത്താനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ പെണ്ണിനെ പ്രണയിച്ച് മനുഷ്യരിലേക്ക് അടുത്തിരിക്കുകയാണ്. ആ കുടുംബത്തെ സഹായിക്കുകയാണ് നീ. ഇനി മുതൽ നീ ഞങ്ങളുടെ കൂടെ ജീവിക്കുവാൻ അർഹനയല്ല. ഈ നിമിഷം മുതൽ നീയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. അച്ഛാ, നീ കൂടുതലൊന്നും പറയാതെ പുറത്തു പോകൂ. പോകാനാ പറഞ്ഞത്. മുതലാളി, ദേഷ്യപ്പെടുമ്പോ ആയുധം എടുക്കരുതെന്ന് പറഞ്ഞ മുതലാളി തന്നെയാണത്. കുറച്ച് ബുദ്ധിപരമായിട്ട് പെരുമാറും. അതേ ബുദ്ധി എന്നിലുള്ളത് കൊണ്ടാണ് ശത്രുവിനെ തീർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചതും. മുതലാളി, ഇത് നമ്മുടെ മോനല്ലേ? മകനാണ്, എന്റെ മകൻ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ നന്ദീശ, യുദ്ധക്കളത്തിൽ അച്ഛനായാലും മകനായാലും ശത്രു തന്നെയാണ്. ഇതാണ് യുദ്ധത്തിന്റെ ധർമ്മം. അതല്ല മുതലാളി. നീ വെറുതെ ഇരിക്കും നന്ദീശ. ദേഷ്യം കയറിയ പിന്നെ ഞാൻ ആരാണെന്ന് പോലും നോക്കില്ല. കുന്ന് തള്ളു എല്ലാത്തിനും ഞാൻ. ഞാൻ ഇവിടേക്ക് എങ്ങനെ വന്നേ? ഞാനാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ എന്തിനാ അങ്ങോട്ട് പോയെന്ന് പറ. ഞാൻ അങ്ങോട്ട് അത് പിന്നെ നിന്നോടാണ് ഞാൻ ചോദിച്ചത്. നീ എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന്. അത് തൃശൂൽ, ആ സ്ഥലത്തേക്ക് ആരും പോകാറില്ല. പിന്നെ നീ എന്തിനാ പോയത്? പറയും മോനെ, ആ സ്ഥലത്തേക്ക് ആരും പോകാറില്ലല്ലോ. പിന്നെ നീ എന്തിനാ പോയേ? അല്ല, അത് നല്ലൊരു വിശേഷപ്പെട്ട സ്ഥലമല്ലേ? വിശേഷപ്പെട്ട സ്ഥലോ? എന്താ അവിടെ ഇത്ര വിശേഷം? അല്ല, അത് പിന്നെ അവിടെ ഒരു അമ്പലം ഉള്ളപ്പോ അതെന്തായാലും നല്ലൊരു സ്ഥലമായിരിക്കുമല്ലോ. നീ എന്തിനാ അങ്ങോട്ട് പോയത്? അമ്പലത്തിലേക്ക് എന്തിനാ പോകുന്ന അച്ഛാ? എന്തോ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം തോന്നിയപ്പോ ഞാൻ അവിടെ വരെ പോയെന്നേ ഉള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ. അവിടെ ഒന്നും പോകാതെ കാട്ടിനുള്ളിലുള്ള അമ്പലത്തിലേക്ക് നീ പോയത് എന്തിനാന്നാ ചോദിച്ചത്. ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അല്ല അച്ഛാ, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ അമ്പലത്തിലേക്കല്ലേ പോയുള്ളൂ. ആ അമ്പലത്തിലേക്ക് നീ എന്തിനാണ് പോയതെന്നാ ചോദിച്ചത്. അതിന്റെ കാരണം പറ. അത് വളരെ വിശേഷപ്പെട്ട സ്ഥലമാണെന്ന് കേട്ടു. ആ ശിവലിംഗത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് പോയതാ അച്ഛാ. നീ എന്നിൽ നിന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൃശൂൽ.
ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ എടുത്തു ചാടിപ്പോകുന്ന ഒരു പൊട്ടാണല്ല നീ. സത്യ അച്ഛ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ചെയ്യുന്നവനല്ല ഞാൻ. പക്ഷെ ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. ആര് പറഞ്ഞിട്ടാ നീ പോയത്? ആരുടെ കൂടെയാണ് പോയത്? ആ അമ്പലത്തെ കുറിച്ച് നിന്നോട് ആരാ പറഞ്ഞത്? അച്ഛ, നിങ്ങളുടെ 3 ചോദ്യത്തിനും ഒരേ ഉത്തരവാ. ശിവാനി. ശിവാനിയോ? അതെ അച്ഛ, ആ അമ്പലത്തെ പറ്റി എന്നോട് പറഞ്ഞത് ശിവാനിയാ. അവിടെ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവം എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയത് ശിവാനിയാ. അവളാണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോയതെങ്കിൽ അവളെ അവിടെ കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു അവള്? ശരിയാണല്ലോ, എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. എനിക്കെന്താ പറ്റിയ? അറിയില്ല, നീ തല ചുറ്റി അവിടെ വീണ് കിടന്നിരുന്നു. ഞങ്ങളാണ് എടുത്തോണ്ട് വന്നത്. ശരി, നീ പോയി റെസ്റ്റ് എടുത്തോ. ശരി അച്ഛ. മുതലാളി, എന്തേത്? നന്ദീശ, ആ യന്ത്രം നമുക്ക് കാണിച്ചു തന്നത് ശിവാനിയെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശിവാനിയാണ്. അങ്ങ് വെറുതെ തൃശൂലിനെ സംശയിക്കാനുണ്ടായത്. സംശയിച്ചു എന്ന് കരുതി അനർത്ഥങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ നന്ദീശ. ആ സംശയം മറ്റൊരു വെളിച്ചം നമുക്ക് കാണിച്ചു തന്നില്ലേ? സംശയങ്ങൾ എപ്പോഴും നല്ലതാ. അതുകൊണ്ടല്ലേ ശിവാനിയുടെ മുഖം വ്യക്തമായത്. ഇനിയിപ്പോ അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശിവാനി, ശിവാനി, നീ എവിടെ പോയിരുന്നതാ? തൃശൂലിനെ കൂട്ടിക്കൊണ്ട് നീ ആ അമ്പലത്തിൽ പോയിരുന്നു അല്ലേ? അല്ല, ഇവിടെ ജനിച്ചു വളർന്ന തൃശൂലിന് പോലും ആ ക്ഷേത്രത്തെ കുറിച്ച് അറിയില്ല. വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വന്നവളല്ലേ നീ? ആ അമ്പലത്തെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാമോ? ആരും പോകാത്ത ആ അമ്പലത്തിലേക്ക് തൃശൂലിനെ കൂട്ടിക്കൊണ്ട് നീ എന്തിനാ പോയത്? അങ്കിൾ, ഞങ്ങൾ അങ്ങോട്ടാണ് പോയതെന്ന് അങ്കിളിന് എങ്ങനെ അറിയാം? അതെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇരിക്കട്ടെ. ആദ്യം നീ തൃശൂലിനെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്തിനാണെന്ന് പറ. അത് അവിടെ ചെന്ന് ശിവലിംഗത്തോട് പ്രാർത്ഥിച്ച ആ കാര്യം നടക്കും അത്രേ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. നിനക്ക് അങ്ങോട്ടുള്ള വഴി എങ്ങനെ അറിയാം? അത് ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം എനിക്കറിയാം. എന്താ അങ്കിൾ, അമ്പലത്തിലേക്ക് പോകുന്നതേ തെറ്റാണെന്ന രീതിയിൽ സംസാരിക്കുന്നത്? അങ്ങനെയല്ല മോളെ, ആ അമ്പലത്തിൽ പോയ ചിലർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതേ അമ്പലത്തിലേക്ക് തന്നെ നീ തൃശ്ശൂലിനെ കൂട്ടി പോയല്ലോ. അതുകൊണ്ടാ മുതലാളി അങ്ങനെ സംസാരിച്ചത്. ഇവിടെ ഒന്നും കിട്ടാത്ത എന്ത് വരമാണ് അവിടുന്ന് നിനക്ക് കിട്ടാൻ പോകുന്നത്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നടക്കുന്നതിന് മുമ്പേ മറ്റാരോടെങ്കിലും പറഞ്ഞ അത് പിന്നെ നടക്കില്ല അങ്കിൾ. ശിവാനി, എന്താ അങ്കിൾ? അല്ല, പറഞ്ഞതുപോലെ നിന്റെ വീട്ടുകാരെ ഞാനിതുവരെ കണ്ടില്ലല്ലോ മോളെ. അവരെന്താ ഇങ്ങോട്ട് വരാത്തെ? നീ ഫോണിൽ പോലും അവരോട് സംസാരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ലാത്തോണ്ടാ. ഇങ്ങനെ ആയാൽ എങ്ങനെയാ മോളെ? നമ്മൾ 2 കുടുംബങ്ങളും തമ്മിൽ കാണാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് മര്യാദയല്ലല്ലോ മോളെ. ഒരു ദിവസം അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശരി അങ്കിൾ, വിളിക്കാം. ഉത്തരങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എല്ലാം റെഡിമെയ്ഡ് ഉത്തരങ്ങളാ. കൂടെ പോയ ഭർത്താവിനെ കാണാതിരുന്നിട്ടും അവള് ഒരു പേടിയില്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ എന്റെ മനസ്സിലെ സംശയങ്ങൾ ശരിയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇന്നു മുതല് ഇവളുടെ മേൽ ഉറപ്പായിട്ടും ഒരു ശ്രദ്ധ കൊടുക്കും.
എന്താ നാഗവനത്തിൽ നിന്ന് ഒന്നും പറയാതെ വന്നത്? അവിടെ വെച്ച് എന്താ ഓർമ്മ വരുന്നു, എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഓർമ്മ വന്നോ എന്തെങ്കിലും? നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടിയോ? ഇല്ല ശിവാനി, എന്റെ മനസ്സിൽ വന്നതെല്ലാം എന്തോ മൂടൽമഞ്ഞ് പോലെയായിരുന്നു. അത് വ്യക്തമായിട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കുന്നതിന് മുൻപേ ഏതോ പക്ഷി ഉറക്കി ഒച്ച വെച്ചു. പിന്നീട് എനിക്ക് തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. നോക്കുമ്പോ നിന്നെ അവിടെ കാണുന്നില്ല. അത് കഴിഞ്ഞ് എന്റെ സ്വപ്നത്തിൽ വന്നവൻ എന്റെ എതിരിൽ വന്ന് നിൽക്കുന്ന ശിവാനി എന്നെ തന്നെ നോക്കായിരുന്നു. ഞാൻ അവനോട് എനിക്ക് തോന്നിയ ചോദ്യങ്ങളെല്ലാം ചോദിക്കായിരുന്നു. പക്ഷെ അവൻ അതിനൊന്നിനുള്ള ഉത്തരം എനിക്ക് തന്നില്ല ശിവാനി. എന്നാൽ എന്റെ ഓർമ്മയിൽ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. എന്താ എന്താ കണ്ടത്? അറിയോ തൃശൂർ? ആരോ ഓടി വന്നതുപോലെ. അത് കഴിഞ്ഞപ്പോ എന്റെ സ്വപ്നത്തിൽ വന്നവൻ അവരെയൊക്കെ അവിടെയിട്ട് അടിക്കായിരുന്നു. അടിക്കുന്നുണ്ടായിരുന്നോ? ആരെ അടിച്ചത്? അവരുടെ മുഖം നീ കണ്ടായിരുന്നോ? കൂട്ടത്തിൽ ആരെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല ശിവാനി, അതെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നതിന് മുൻപേ ആരൊക്കെയോ വന്നു. അവിടേക്ക് ആരൊക്കെയോ വന്നിട്ട് എന്റെ തലയിലടിച്ചു. ഞാൻ പറഞ്ഞൊക്കെ സത്യ ശിവാനി, ആ സമയത്ത് ആരോ വന്നിട്ട് എന്റെ തലയിലടിച്ചു. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഉണർന്നു കഴിഞ്ഞപ്പോ ഞാനിവിടെ ഈ സോഫയിൽ കിടക്കായിരുന്നു. അച്ഛൻ സാരമില്ല തൃശൂൽ, സമാധാനായിട്ടിരിക്കെ. ഇപ്രാവശ്യം നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടാതെ പോയെന്നിരിക്കും. എന്നാൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല. വിട്ടേക്ക്, വേറൊരു ദിവസം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതുവരേക്കും നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ഹായ്, എന്താ സാർ? ഞാനിപ്പോ നിങ്ങളെ പറ്റി ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എന്റെ മുമ്പിൽ ഇതാ വന്ന് നിൽക്കുന്നു. എന്ത് പറ്റി സാർ? സാധാരണ വന്ന് നിൽക്കുന്ന പോലെ അല്ലല്ലോ. ഇന്ന് നല്ല വിഷമമുണ്ടല്ലോ മുഖത്ത്. പിരിയാൻ സമയമാകുമ്പോ ആർക്കായാലും മനസ്സിനൊരു വിഷമമൊക്കെ തോന്നില്ലേ? എന്ത്? പിരിയാൻ സമയമായിരുന്നോ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്നെ കണ്ടതു മുതൽ നമ്മൾ ഇത്രയും അടുത്തതിന് ശേഷം ഒരിക്കലും ഇങ്ങനെ ഒരു ദിവസം വരരുതെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ആ ദിവസവും വന്നു. ഇപ്പോഴെന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുമെന്നറിയില്ല. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, നീ എത്ര ദൂരെയാണെങ്കിലും എന്നെ കാണണമെന്ന് പറഞ്ഞ് നീ എനിക്കൊരു മെസ്സേജ് അയച്ചാ പോരെ? വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാലോ. മതിയാവോളം നമുക്ക് എത്ര നേരം വേണേലും സംസാരിക്കാലോ. അതുകൊണ്ട് ചുമ്മാ ദൂരെ പോവാന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. വിഷമിക്കാതെ വേറെ വഴിയില്ല വീണ. എനിക്ക് പോയേ പറ്റൂ. എന്നെ വിട്ടുപോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? പ്ലീസ്, നീ അങ്ങനൊന്നും പറയല്ലേ. വീണ, ഞാൻ പറയുന്ന കേക്ക്. എത്രയോ ദിവസങ്ങളായി നിന്നോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം ഞാനിപ്പോ പറയാൻ പോവാണ്. വീണ, ഞാനൊരു മനുഷ്യനല്ല. എന്ത്? എന്താ പറഞ്ഞേ? മനുഷ്യനല്ലെന്നോ? പിന്നെന്താ? റോബോട്ടോ അതോ ഏലിയനാണോ? എന്തൊക്കെയാ നീ എന്നോട് പറയുന്നേ? അത് രണ്ടുമല്ല, ഞാനൊരു ഗരുഡനാണ്. എന്ത്? ഗരുഡനോ? അയ്യോ എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊത്താൻ വേണ്ടി ഒരു ചുണ്ടുണ്ടോ? പറക്കാൻ വേണ്ടി ചിറകുണ്ടോ? എന്താ അജിത്, ഇന്നലെ നീ ഏത് സിനിമ കണ്ടിട്ട് ഉറങ്ങിയത്? ഗരുഡനാണെന്നാ പറയുന്നേ. ഞാനിപ്പോ ആലോചിക്കുമായിരുന്നു, നിനക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നേനെന്ന്. നീ തന്നെ നോക്ക്, അപ്പൊ മനസ്സിലാകും.
സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ എന്റെ ആദിശേഷന് മാത്രം കഴിഞ്ഞ ജന്മത്തിലുള്ള ഓർമ്മകൾ തിരിച്ചു വരുന്നില്ല. ഛേ, എന്താ ചെയ്യാ? മഹാദേവ, അങ്ങ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണേ. ആ ദൈവം തന്നെ നിനക്ക് വഴി കാണിച്ചു തരും. ആ വഴിയിൽ നീ നടന്നാൽ മതി. ജയ് ഭോലേനാഥ്. നിങ്ങൾ മഹാസതി പാർവതിയുടെ പതി പശുപതി. ഞാൻ അവന്റെ ഭക്തനാണ്. ഞാൻ അവന്റെ ഭൂതമാണ്. ജയ് ഭോലേനാഥ്. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഭർത്താവിനെ അന്വേഷിച്ച് ഈ ജന്മത്തിൽ നീ എത്തിയല്ലോ ഇവിടെ. മനസ്സിന്റെ പോരാട്ടം, പല പല ചിന്തകൾ. നിന്റെ ഭർത്താവിനെ നേടുക എന്നത് അത്ര എളുപ്പമല്ല. അല്ല, നിങ്ങൾ ഇതൊന്നറിയിക്കാൻ വന്നവൻ, ബുദ്ധി പറയുവാൻ വന്നവൻ. എന്റെ സ്വാമി മഹാദേവന്റെ ആജ്ഞാലെത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞത് നിന്നെ അറിയിക്കുവാൻ വന്നു. നാഗപൗർണമി ദിവസം നാഗപുഷ്പത്തിന്റെ നീര്, ജലപാതത്തിലെ ഒരു തുള്ളി നീര്, ഇവകളെ സംയോജിപ്പിച്ച് നിന്റെ ഭർത്താവിനെ കഴിപ്പിക്ക്. അതും ആ സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയം. അപ്പോൾ കഴിപ്പിക്ക്. ആ ജലം മനസ്സിന് ബലം നൽകും. ആ ബലം അവനെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കും. സത്യം പറയൂ സ്വാമി, എന്റെ ആദിശേഷന് എല്ലാ ഓർമ്മകളും തിരികെ കിട്ടൂ. വരും വരും, വന്നേ മതിയാകൂ. അതാണ് ദൈവനിശ്ചയം. ഓർമ്മ വേണം. സൂര്യഗ്രഹണ സമയം അവൻ ഉച്ചിയുടെ മേൽ നിൽക്കുമ്പോൾ നീ അവനത് കൊടുക്കണം. അവന് ബോധം പോയേക്കാം, പക്ഷേ അത് തിരിച്ചു വരും. അവന് ബോധം വരുമ്പോൾ അവന്റെ എല്ലാ പഴയ ഓർമ്മകളും തിരിച്ചു വന്നിട്ടുണ്ടാവും. നിനക്കോർമ്മ വേണം. സൂര്യൻ ഉച്ചയിലെത്തി നിൽക്കുമ്പോൾ മാത്രമേ അവനത് നൽകാവൂ. അതിനു മുൻപ് നൽകരുത്. ജയ് ഭോലേനാഥ്. അയ്യോ സ്വാമി, സ്വാമി ഒന്ന് നിൽക്കൂ. സ്വാമി, എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഞാനിപ്പോ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണോ? എല്ലാം സത്യമാണ് വീണ. ഈ സത്യം നീ അറിയുമ്പോ എന്നിൽ നിന്നും നീ അകന്നു പോകുന്ന ഭയം കൊണ്ടാണ് ഇതുവരെ നിന്നോടൊന്നും പറയാതിരുന്നത്. ഇപ്പോ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇനിയെങ്കിലും ഈ സത്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രണയത്തെ തന്നെ ഞാൻ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. ഇപ്പോഴാ സത്യം ഞാൻ തുറന്നു പറഞ്ഞു. ഇപ്പൊ എന്റെ മനസ്സിന് ഭയങ്കര സമാധാനമുണ്ട്. ഇനി ഞാൻ തിരിച്ചു പോയാലും എന്നെ പ്രണയിച്ച നിന്നെ, എന്റെ പ്രണയിനിയെ ഞാൻ ചതിച്ചില്ലെന്നുള്ള ചിന്ത എനിക്ക് സമാധാനം നൽകും വീണ. എല്ലാത്തിനും ചേർത്ത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു വീണ. എനിക്ക് പോകാൻ സമയമായി. പോയിട്ട് വരാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരിക്കൽ ഈ ലോകത്തിൽ നിന്നും പോയാൽ വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു അവസരം കിട്ടുക വളരെ പ്രയാസമാണ്. ഇനി അവസരം കിട്ടിയാലും ആർക്കു വേണ്ടി? ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോ. വീണ, നീ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്കെന്നോട് പ്രണയമാണോ? ഞാൻ പ്രണയിച്ചത് നിന്റെ മനസ്സിനെ മാത്ര. എനിക്കറിയാവുന്നത് അജിത്തിനെ മാത്ര, അവന്റെ പ്രണയത്തിനെ മാത്ര. നിന്റെ ഏത് ലോകാണ്, നിന്റെ ഏത് ഭാഷയാണ്, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. നിന്റെ നിറം, നിന്റെ ഗണം,
ഇതൊന്നും എനിക്ക് മുഖ്യമേ അല്ല. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് നിന്റെ ഈ സ്വഭാവം മാത്രം. നിനക്ക് എന്നോട് പ്രണയമുണ്ട്, എനിക്ക് അത് മാത്രം മതി.